വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീം 2026 ഫെബ്രുവരി 23 മുംബൈയിലെ വാങ്ഡെ സ്റ്റേഡിയത്തിൽ വെച്ച് സിംബാബ്വെയെ 107 റൺസിന് തകർത്ത് ICC പുരുഷ T20 ലോകകപ്പ് 2026 സൂപ്പർ 8 പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2 തവണ ചാമ്പ്യന്മാരായ അവർ തങ്ങൾക്ക് അനുവദിച്ച 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ കൂറ്റൻ 254 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഇത് T20 ലോകകപ്പ് ചരിത്രത്തിലെ രണ്ടാമത്തെ ടീം ടോട്ടൽ കൂടിയാണ്. ഈ തകർപ്പൻ പ്രകടനം കരീബിയൻ ടീമിന്റെ ബാറ്റിംഗ് കരുത്ത് വ്യക്തമാക്കുന്നതായിരുന്നു. സൂപ്പർ 8 ഘട്ടത്തിലെ അവരുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് ഒരു മികച്ച തുടക്കവും ഇത് നൽകി. നേരത്തെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിരുന്ന സിംബാബ്വെയ്ക്ക് മികച്ച ഫോമിലുള്ള വെസ്റ്റ് ഇൻഡീസിനെതിരെ കടുപ്പമുള്ള ഒരു പോരാട്ടമായിരുന്നു നേരിടേണ്ടി വന്നത്. ടൂർണമെന്റ് സെമിഫൈനലുകളിലേക്ക് കടക്കുമ്പോൾ മത്സരം എത്രത്തോളം കടുക്കുന്നുവെന്ന് ഇത് അടിവരയിടുന്നു. വെസ്റ്റ് ഇൻഡീസ് ഇന്നിംഗ്സിന് നെടുന്തുണായത് ഷിംറോൺ ഹെറ്റ്മേറുടെ വെടിക്കെട്ട് പ്രകടനമാണ്. വെറും 34 പന്തിൽ നിന്ന് 85 റൺസാണ് ഹെറ്റ്മേർ അടിച്ചെടുത്തത്. 7 ഫോറുകളും 7 സിക്സറുകളും പറത്തിയ ഹെറ്റ്മേർ ഈ ടൂർണമെന്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി. വെറും 19 പന്തിലായിരുന്നു ഈ നേട്ടം. തുടക്കത്തിൽ ബ്രാൻഡൻ കിങ് 9, ഷായ് ഹോപ്പ് 14 എന്നിവർ പുറത്തായി കരീബിയൻ നിരക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും ഹെറ്റ്മേറും റോമാൻ പവലും ചേർന്ന് 122 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് ഇന്നിംഗ്സിനെ കരകയറ്റി. പവലും തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. 35 പന്തിൽ 59 റൺസാണ് പവൽ നേടിയത്. വെറും 29 പന്തിലായിരുന്നു പവലിന്റെ അർദ്ധ സെഞ്ചുറി. തുടർന്ന് ഷെർഫെയ്ൻ റദർഫോർഡും 13 പന്തിൽ പുറത്താകാതെ 31, റൊമാരിയോ ഷെപ്പേർഡും തകർപ്പൻ പ്രകടനം പുറത്തെടുത്തതോടെ വെസ്റ്റ് ഇൻഡീസ് റെക്കോർഡ് സ്കോറിലേക്ക് കുതിച്ചെത്തി. ഈ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് നേടിയ 19 സിക്സറുകൾ T20 ലോകകപ്പിലെ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്നതിലെ റെക്കോർഡിനൊപ്പമെത്തി. 255 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയുടെ ബാറ്റിംഗ് നിരയ്ക്ക് വെസ്റ്റ് ഇൻഡീസിന്റെ കൃത്യതയുള്ള ബൌളിംഗിന് മുന്നിൽ ഒരു താളം കണ്ടെത്താനായില്ല. ഒടുവിൽ 17.4 ഓവറിൽ 147 റൺസിന് എല്ലാവരും പുറത്തായി. ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു അവർ. വെസ്റ്റ് ഇൻഡീസിനായി ഗുഡഗേഷ മോട്ടി തകർപ്പൻ പ്രകടനം നടത്തി. നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി സിംബാബ്വെ ബാറ്റിംഗിന് മോട്ടിയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ റെക്കോർഡ് നേട്ടങ്ങളുടെ കവറേജിൽ സിംബാബ്വെ ബാറ്റ്സ്മാൻമാരുടെ വ്യക്തിഗത പ്രകടനങ്ങൾ അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും അവരുടെ കൂട്ടായ പ്രകടനം ഈ വലിയ ടോട്ടലിന് വെല്ലുവിളിക്കാൻ പോരായിരുന്നു. ഈ പ്രകടനത്തിലെ വലിയ വ്യത്യാസം കരീബിയൻ ടീമിന്റെ കളിയിലെ എല്ലാ മേഖലകളിലുമുള്ള ആധിപത്യം അടിവരയിടുന്നു. ടൂർണമെന്റിൽ കൂടുതൽ മുന്നേറാനുള്ള അവരുടെ ദൃഢനിശ്ചയം കൂടിയായിരുന്നു ഈ വിജയം. വെസ്റ്റ് ഇൻഡീസും സിംബാബ്വെയും T20 വേൾഡ് കപ്പ് 2026 ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ചു. കഴിഞ്ഞ തവണത്തെ കോ-ഹോസ്റ്റായിരുന്ന വെസ്റ്റ് ഇൻഡീസ് ഒരു കളിപോലും തോൽക്കാതെ 4-ൽ 4 മത്സരങ്ങളും ജയിച്ച് സൂപ്പർ 8ലേക്ക് കടന്നു. പ്രത്യേകിച്ച് അവരുടെ ബോളിംഗ് നിര ഒട്ടും മോശമായിരുന്നില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ 38 വിക്കറ്റുകളാണ് അവർ വീഴ്ത്തിയത്. 3 തവണ എതിരാളികളെ ഓൾ ഔട്ടാക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ സിക്കന്ദർ റസിയുടെ നേതൃത്വത്തിൽ സിംബാബ്വെ എല്ലാവരെയും ഗ്രൂപ്പ് ബിയിൽ 1-ാം സ്ഥാനക്കാരായത് 3 ജയങ്ങളുമായാണ്. ഒരു കളി മഴ കാരണം ഉപേക്ഷിച്ചിരുന്നു. ഇതിൽ ഓസ്ട്രേലിയയ്ക്കും ശ്രീലങ്കയ്ക്കും എതിരെ നേടിയ മികച്ച വിജയങ്ങളും ഉൾപ്പെടുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ സിംബാബ്വെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചെങ്കിലും നേർക്കുനേർ പോരാട്ടങ്ങളിൽ വെസ്റ്റ് ഇൻഡീസിനാണ് മുൻതൂക്കം. 4-2-0 മത്സരങ്ങളിൽ 3-ലും ജയിച്ചത് വെസ്റ്റ് ഇൻഡീസാണ്. 2022-ലെ T20 വേൾഡ് കപ്പിൽ 31 റൺസിന് ജയിച്ചതും ഇതിൽ ഉൾപ്പെടുന്നു. ഈ വിജയം സൂപ്പർ 8 ഗ്രൂപ്പ് 1-ൽ വെസ്റ്റ് ഇൻഡീസിനെ സെമിഫൈനൽ പ്രതീക്ഷകളിൽ മുന്നിലെത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യയെയും ദക്ഷിണാഫ്രിക്കയെയും പോലുള്ള വമ്പന്മാർ ഈ ഗ്രൂപ്പിലുണ്ടെന്നോർക്കണം. അവർ നേടിയ വമ്പൻ സ്കോർ നെറ്റ് റൺ റേറ്റിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. കടുത്ത മത്സരം നടക്കുന്ന ഗ്രൂപ്പുകളിൽ യോഗ്യത നിർണ്ണയിക്കുന്നതിൽ നെറ്റ് റൺ റേറ്റ് ഒരു പ്രധാന ഘടകമാണല്ലോ. സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ 8-ലെ ഈ ആദ്യ തോൽവി അവരെ ശരിക്കും ഉലച്ചുകളഞ്ഞു എന്ന് പറയാം. അടുത്ത മത്സരങ്ങളിൽ തന്ത്രങ്ങൾ മാറ്റിപ്പിടിച്ച് ഒരു തിരിച്ചുവരവ് നടത്തേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. 2026-ലെ ICC പുരുഷന്മാരുടെ T20 ലോകകപ്പ് ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് നടത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടം, സൂപ്പർ 8, നോക്കൌട്ട് റൗണ്ടുകൾ എന്നിവയടങ്ങിയ ഒരു ഫോർമാറ്റിലാണ് 20 ടീമുകൾ ഈ ടൂർണമെന്റിൽ മാതൃക്കുക. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെയും കോച്ച് ഡാരൻ സമ്മിയുടെയും നേതൃത്വത്തിലുള്ള വെസ്റ്റ് ഇൻഡീസ് 2012-ലും 2016-ലും 2 തവണ ഈ കിരീടം നേടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവരെ അത്രയെളുപ്പത്തിൽ എഴുതിത്തള്ളാൻ പറ്റില്ല. വളരെ കരുത്തരായ ടീമാണവർ.